السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പോരിശയുടെ പേമാരി വർഷം നമ്മുടെ മുമ്പാകെ അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ ഒരു സമയത്ത് ഇരട്ട ഇജാബത്തിന് കാരണമാകുന്ന, അതായത് വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവ് ഉറപ്പുള്ള രാവാണ്. അതോടൊപ്പം പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കേറി വന്നു എന്നുള്ള ഇജാബത്ത് അതോടുകൂടെ ഒന്നുകൂടെ ചേർക്കാൻ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ പടച്ചവനെ, ഞാൻ എന്ത് ചോദിച്ചാലും ഇജാബത്ത് കിട്ടാൻ എന്താ മാർഗം? അപ്പൊ അള്ളാഹു വഹി അറിയിക്കുന്നുണ്ട്, അതിനുള്ള മാർഗം മൂസാ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലു ദിക്ർ, അത് നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണെന്ന്. അപ്പൊ ഈ മഹത്വങ്ങളൊക്കെ സമ്മേളിച്ച് പരിശുദ്ധമായ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡറാണ്. എന്നാൽ അഫ്ളലുൽ അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ ദിവസം ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പൊ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അപ്പോ ഏറ്റവും വലിയ ഫളാഇൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചില പ്രധാനപ്പെട്ട ദിക്റുകൾ, സ്വലാത്ത്, പ്രധാനപ്പെട്ട നമുക്ക് ഒരുമിച്ച് കൂട്ടിയുള്ള ദുആ, ഇത് വളരെ ചുരുങ്ങിയ നേരത്ത് ഒരാളും വിട്ടുപോകാതെ, ഇടക്ക് അതിൽ നിന്ന് മാറിപ്പോകാത്ത തരത്തിൽ കൂടെ ദുആ തീരുന്നവരെ കൂടെ നിൽക്കണം. അൽഹംദുലില്ലാഹ്, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഇജാബത്ത് ഉറപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ സജീവമാകണമെന്ന ഹദീസിൽ പറഞ്ഞ ദിക്ർ കൊണ്ട് തുടങ്ങാം. അഫ്ളലു ദിക്ർ ജദ്ദിദു ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധ ദിക്ർ കൊണ്ട് അവസാനം നമ്മുടെ സക്കറാത്ത് എളുപ്പമായി ഈ ദിക്ർ ഉറക്കെ പറഞ്ഞു മരിക്കാൻ മഹാഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ സജീവമായി ഓതണം എന്ന് പറഞ്ഞ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വട്ടം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ വന്ന് സുജൂദ് ചെയ്യുന്ന, അല്ലാഹു 100 ഷഹീദിന്റെ കൂലി നൽകാമെന്ന് പറഞ്ഞ, ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയ കൂലി നൽകുന്ന, 3 വട്ടാകുമ്പോൾ ഖത്ം ഓതിയ കൂലിയിലേക്ക് പോരിശ കയറുന്ന ഏറ്റവും മനോഹരമായ സൂറത്ത്, കുഞ്ഞു സൂറത്ത്. ആ സൂറത്ത് നമുക്ക് ബർക്കത്തിന് വേണ്ടി ഓതാം. എൻ്റെ കൂടെ എല്ലാവരും ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ സൂറത്ത് തൗഹീദിന്റെ ഖലാസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ ലോക വിജയികളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ വന്നെടുക്കുന്ന, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഫതഹ് തുറന്ന് നൽകട്ടെ. ഒരുപാട് മുറാദുകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ദുആയിൽ ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അല്ലാഹു വിജയം തുറന്ന് നൽകട്ടെ, മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് ഫഅക്സിറു ഫീഹി അത്തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ. ഹദീസിൽ വന്നതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സ്വഹാബത്ത് കേട്ടുപഠിച്ചതുപോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിനരാത്രങ്ങൾ ഞങ്ങൾ കൂടുതൽ ചൊല്ലേണ്ടത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി പരിശുദ്ധമായ തഹ്ലീൽ, തക്ബീർ, തഹ്മീദ് ചൊല്ലാനാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ നിധി കൂടെ ഒരുമിച്ച് അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. അള്ളാഹു ഒരുപാട് ഖൈർ നൽകുന്ന, നന്മയിൽ ഒരുപാട് പെട്ടെന്ന് നമ്മുടെ നന്മയുടെ തുലാസ് ഭാരമാകുന്ന പരിശുദ്ധമായ ദിക്റുകളാണ്, തസ്ബീഹാണ്. നമുക്ക് ആ പരിശുദ്ധമായ തസ്ബീഹ് ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്തുകൾ, ആലു ഇംറാനിന്റെ 2 ആയത്തുകൾ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഭാഗ്യം ലഭിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഈ ആയത്തിന്റെ മഹത്വം കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട്, ഖൽബിലെ തേട്ടം കൊണ്ട് പോയ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുന്ന പരിശുദ്ധമായ 2 ആയത്തുകൾ നമുക്ക് ഓതാം. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഓതാം. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗം അല്ലാഹു നമുക്ക് തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഒരു വിശ്വാസി ആത്മാർത്ഥമായി പാടിപ്പറഞ്ഞാൽ, ബെയ്ത്ത് ചൊല്ലിയാൽ ഉറപ്പായും മരണപ്പെടുമ്പോൾ ഈമാൻ കിട്ടും. ഈമാൻ ഇല്ലാതെ മരിക്കൂല എന്ന് മഹാന്മാർ കറതീർത്ത് പറഞ്ഞ ഇലാഹി ലസ്തു ബെയ്ത്ത് ഒരുപാട് പേർക്ക് അത് മനപ്പാടുണ്ട്. നമ്മൾ പതിവായി മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നതാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൽ പരിഗണിക്കുന്നതാണ്. ആ ബെയ്ത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم. فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا
ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മളുടെ ക്ലാസിന്റെ ഒരു മാസ്റ്റർ പീസ് എന്നോണം പറയാൻ പറ്റുന്ന ഖസീദത്തു കഫാക്ക ബൈത്ത് അറിയാലോ. നമ്മുടെ ചാനൽ കഫാക്ക് ഇസ്ലാമിക് ചാനൽ, അതോടൊപ്പം കഫാക്ക് മീഡിയ, രണ്ടും നമ്മുടെ മജ്ലിസും നമ്മുടെ അൻവാർ ഇഫത്തിന്റെ ക്ലാസും രണ്ട് മനോഹരമായി പോകുന്ന ഒരുപാട് മുഅ്മിനുകളെ ഏറ്റെടുത്ത ഒരു വലിയ സംരംഭമാണ്. അൽഹംദുലില്ലാ. നമ്മൾ നമ്മുടെ പരമാവധി അറിയാത്തവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. പലപ്പോഴും നമ്മുടെ പഴയ ചാനലിൽ ഇങ്ങോട്ട് വരാനോ പുതിയ ചാനലിന്റെ അവസ്ഥകൾ അറിയാനോ കഴിയാത്ത രീതിയിൽ പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒന്ന് പരിഗണിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ബന്ധപ്പെട്ടവരിൽ ഒക്കെ ഒന്ന് അന്വേഷിക്കാം. ചാനലിന്റെ പുതിയതിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് ഒന്ന് അന്വേഷിക്കണം. അതിലെല്ലാവരും ചേക്കേറണം. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അതിന്റെ നമ്മുടെ ഈ കഫാക്ക് ചാനലിന്റെ തന്നെ ആ പേരിന്റെ തന്നെ അടിത്തറ എന്താ? ഖസീദത്തു കഫാക്കയാണ്. കഫാക്ക അല്ലാഹു നിനക്ക് മതി എന്ന് പറയുന്ന ആ മനോഹരമായി 40 കാഫുകൾ കൊണ്ട്, അത് എണ്ണി നോക്കിയാൽ കാഫ് എന്ന് പറയുന്ന അറബിയിലെ അക്ഷരം കാഫ്, അതിങ്ങനെ എണ്ണി നോക്കിയാൽ 40 കാഫ് ഉണ്ടാവും ഈ ബൈത്തിൽ. വൈദീസ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ തസ്നീഫ് ചെയ്ത പരിശുദ്ധമായ ബൈത്താണ്. ഈ ബൈത്ത് ഒരുപാട് ഖൈറുകൾ കിട്ടും. ഷെറുകൾ, കണ്ണീർ, സിഹർ, നാവിന്റെ ദോഷങ്ങളെല്ലാം തടയും. പൈശാചികമായ ഷെറുകൾ തടയും. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. വിജയം ഉറപ്പാണ്. ഒരു അക്രമിക്കും, ഒരു ശത്രുവും നമ്മളെ തൊടാൻ പറ്റൂല. ഇത്ര പവറാണ് ഖസീദത്തു കഫാക്ക. ആ ബൈത്ത് നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലാം. ഒരുപാട് ഉപ്പമാര് ഇത് മനപ്പാടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുമക്കൾ മനപ്പാടമാക്കി അല്ലെങ്കിൽ ഓതുന്ന വോയിസ് എനിക്ക് അയച്ചു തന്നു. എത്ര മനോഹരമാണ്. അപ്പൊ ഖസീദത്തു കഫാക്ക ബൈത്ത് നമുക്കൊന്ന് ചൊല്ലാം. എന്റെ കൂടെ എല്ലാവരും ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിൽ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഏറ്റവും പരിഗണിക്കാനുള്ളത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്.
ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വെറൈറ്റി സ്വലാത്താണ്, ഉമ്മമാർക്ക് വലിയ ഇഷ്ടമുള്ള സ്വലാത്താണ്. പ്രത്യേകിച്ച് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്വലാത്ത്, ഒരുപാട് എണ്ണം ചൊല്ലാൻ പറ്റും. അതാണ് അസ്വലാത്തുൽ ഫാത്തിമിയ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെട്ട സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മുടെ ദാരിദ്ര്യം മാറ്റും, കടങ്ങൾ വീട്ടി തരും. ഭയങ്കര ബെനിഫിറ്റുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, اللهم صل على النور واهلي، 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 اللهم صل على النور واهله. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് നോമ്പിന്റെ നിയ്യത്താണ്. അറിയാലോ, നോമ്പിന്റെ നിയ്യത്ത് ഓരോ ദിവസവും നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ഒന്നിൽ വെച്ചതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജ 1-ന്റെ സുന്നത്ത് നോമ്പ്, ദുൽഹിജ്ജ 2-ന്റെ സുന്നത്ത് നോമ്പ്, ദുൽഹിജ്ജ 3-ന്റെ സുന്നത്ത് നോമ്പ്, അങ്ങനെയൊക്കെ വെക്കാം. തിങ്കളാഴ്ച വരുമ്പോൾ തിങ്കളാഴ്ചയും കൂടെ സുന്നത്ത് നോമ്പ് ചേർത്തി വെക്കാം. അതോടൊപ്പം തന്നെ നോമ്പ് കളാ വീട്ടാനുള്ളവർക്ക് കളാ വീട്ടാനുള്ള നോമ്പ് നിയ്യത്ത് വെക്കാം. അതോടൊപ്പം മറ്റു സുന്നത്തുകളും, പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ഓരോ ദിവസം ഏതാണ് ആ ദിവസം നോക്കിയിട്ട് നിയ്യത്ത് വെക്കാം. നാളത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന് പറയാം. അൽഹംദുലില്ലാ, ആ നിയ്യത്ത് കൂടെ പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എത്ര കമന്റിലൂടെ ഞാൻ വായിച്ചു നോക്കി. അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ്സിന്റെ നമ്മുടെ മജ്ലിസിന്റെ താഴ്ഭാഗത്തൊക്കെ എത്ര കമന്റുകളാണ്. വലിയ സന്തോഷം തോന്നി. ഉമ്മമാർക്ക് ക്ലാസ്സിനോടും ഈ വിനീതനോടും ഇതിൻ്റെ വേണ്ടപ്പെട്ടവരോടുമുള്ള സഹോദരങ്ങളുടെ ഉപ്പമാരുടെ വലിയ സ്നേഹവും വലിയ ബഹുമാനവും ആദരവും വീട്ടിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളെ പോലെ വലിയ ആദരവും ബഹുമാനവും സ്നേഹവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പരസ്പരമുള്ള ബഹുമാനം ആദരവ് നാളെ സ്വർഗത്തിലെത്തുന്ന ഒരു പുണ്യമലായി സ്വീകരിക്കട്ടെ. എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു എല്ലാവരുടെ മുറാദും, ഓരോന്നെടുത്ത് പറയാൻ പറ്റൂല, എല്ലാവരുടെ മുറാദും അല്ലാഹു ഹസ്സലാക്കട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും അല്ലാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫാത്തിഹ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചെറിയൊരു ദുആ എല്ലാവരും എൻ്റെ കൂടെ പങ്കെടുക്കണം. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഇജാബത്തുള്ള ആദ്യത്തെ 10 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധമായ ദിക്ർ സ്വലാത്ത് ചൊല്ലിയ മജ്ലിസ് എന്തുകൊണ്ടും ഇജാബത്ത് ഉറപ്പാണ്. മനസ്സൊന്ന് തുറന്നാൽ മതി. എല്ലാവരും കണ്ണടച്ച് കൽബ് തുറന്ന് ആമീൻ പറഞ്ഞ് അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാറ്റിൻ്റെയും മിത്ലത്തവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾക്ക് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാഹ്. പടച്ചവരേ അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ നാളെ ഖബറിലേക്കും മഹ്ശറിലേക്കും മാറ്റി വെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മഹല്ലത്തുകാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവേ, കഫാക്ക് ഇസ്ലാമിക് ചാനലിന്റെ കുടുംബങ്ങൾ, കഫാക്ക് മീഡിയയുടെ കുടുംബങ്ങൾ, മജ്ലിസിൽ അൻവാറെ ഫജറിന്റെ കുടുംബങ്ങൾ, കൂട്ടുകാർ, ഉമ്മമാർ, ഉപ്പമാർ, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എത്ര സന്തോഷത്തോടു കൂടെയാണോ ക്ലാസ് കേൾക്കുന്നത്, എത്ര റാഹത്തായിട്ടാണ് റബ്ബേ കമന്റ് പറയുന്നത്, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അല്ലാഹുവേ, ഈ ചാനൽ കൽബിനോട് ചേർത്ത് വെച്ചവര് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ ചൊല്ലിയവര്, ചൊല്ലിപ്പിച്ചവര്, അല്ലാഹുവേ, കൂടെ പാടിയവര് ഖൈർ നൽകണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ റബ്ബേ, വേദനകൾ മാറ്റണേ റബ്ബേ. ഒരുപാട് സഹോദരിമാര് പടച്ചവനെ പ്രഗ്നന്റ് ആണല്ലാഹ്, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഈ വിനീതന സാധുവിന്റെ ഭാര്യയും പ്രഗ്നന്റ് ആണ് റബ്ബേ. നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ റബ്ബേ എത്ര ഉമ്മമാര് പെൺമക്കളാണ്, സഹോദരിമാരാണ്, എത്ര ഉമ്മമാര് സഹോദരിമാരാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത്. അല്ലാഹുവേ, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൊടുക്കല്ലേ അല്ലാഹ്. എല്ലാ സ്വാലിഹീങ്ങളാണ്, കണ്ണിന് സന്തോഷമുള്ള നല്ല മുഞ്ചുള്ള മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മക്കളില്ലാതെ കരയുന്നവരെ ഇനി നീ കരയിപ്പിക്കല്ലേ അല്ലാഹ്. അൻവാറിഫത്തിന്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കഫാക്ക് മീഡിയയുടെ ചാനലിന്റെ കുടുംബത്തിൽ പടച്ചവരെ അല്ലാഹുവേ, ആരെല്ലാം മക്കളില്ലാതെ കരയുന്നോ ഇനി കരയിപ്പിക്കല്ലേ അല്ലാഹ്. മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. വാഹനമില്ലാത്തവർക്ക് ലായിക്കായ വാഹനം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വിദേശത്ത് സ്വദേശത്ത് ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബേ. പടച്ചവനെ, ഖൈർ കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ കൂടെ ഒരു വീട്ടുകാരെ പോലെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ, ട്യൂമർ പോലുള്ള പ്രശ്നങ്ങൾ തരല്ലേ അല്ലാഹ്. ജനങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങൾ മരിച്ചു കിട്ടാൻ കൊതിക്കുന്നൊരു രോഗവും തരല്ല റബ്ബേ. കയ്യും കാലൊക്കെ മുറിക്കപ്പെട്ട് എത്ര ആളുകളാണ് കിടക്കുന്നത്. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടുപോയി. അപകടത്തിൽ പെട്ടുപോയ കൗമാരക്കാരടക്കം ചെറുപ്പക്കാരടക്കം എത്ര ആളുകളാണ് റബ്ബേ. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കുമ്പോ എത്ര മുഅ്മിനീങ്ങളാണ്. അല്ലാഹുവേ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ഈ നേരം വരെ ഞങ്ങൾ ഈ മജ്‌ലിസിലിരിക്കുന്നത് നിന്റെ റഹ്മത്തിന്റെ വലുപ്പം കൊണ്ടാണ് പടച്ചവനെ. ദുൽഹിജ്ജയാണ്, അതിന്റെ പോരിശിയാക്കപ്പെട്ട രാവാണ് അല്ലാഹു. ഇജാബത്തുള്ള രാവാണ്. ഇജാബത്ത് കിട്ടേണ്ട ദിക്ർ, ഖുർആനിന്റെ പരിശുദ്ധമായ സൂറകൾ ചൊല്ലിയിട്ടുള്ള ഓതിയിട്ടുള്ള പരിശുദ്ധമായ മജ്‌ലിസാണ്. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്ക്, വാപ്പാക്ക്, കാരണവന്മാർക്ക്, ഉസ്താദുമാർക്ക്, മശായിഖന്മാർക്ക് ജന്നത്ത് കൊടുക്കണേ അല്ലാഹ്. ഉന്നതമായ ദറജ കൊടുക്കണേ റബ്ബേ.
ഞങ്ങളുടെ ഭാര്യമാര്, മക്കള്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, റബ്ബേ ഞങ്ങളുടെ മുഹബ്ബീങ്ങൾ, കഫാക്ക് ഇസ്ലാമിക് ചാനലിന്റെയും കഫാക്ക് മീഡിയയുടെയും മുഴുവൻ അംഗങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും വിജയം കൊടുക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ മുസ്ലിമാത്തുകൾ ഇസ്സത്തിലാക്കണേ അല്ലാ. ഫലസ്തീനിൽ നിന്റെ നസ്ർ നീ കൊടുക്കണേ അല്ലാ. ഒരു കുട്ടിയെയും കരയിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, മഴ ഞങ്ങൾക്ക് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ ബിബറകത്തി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി വബിബറകത്തി ഹദൽ മജ്ലിസി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഖൈറായ മഴ നൽകണേ അല്ലാ. മഴ കെടുതി നൽകല്ലേ അല്ലാ. സ്കൂളും മദ്രസകളും മുടങ്ങിപ്പോകുന്ന മഴകൾ തരല്ലേ അല്ലാ. ഒരു നാടും ഒരു വീടും അപകടത്തിൽപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളാണ് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നസീബാക്കണേ അല്ലാ. മുറാദുകൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവരുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. എല്ലാവരുടെ പ്രയാസവും കടവും നീ മാറ്റി കൊടുക്കണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ പടച്ചവനെ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. وآخر كلامي الحمد لله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ മജ്ലിസിൽ നേരത്തെ നമ്മൾ വന്ന് ഹാജരാകണം. അല്ലാഹു നമുക്ക് ഈ പുണ്യമായ മജ്ലിസിന്റെ എല്ലാ കൂലിയും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.